കൂട്ടുകാരെ, നമ്മുടെ കുഞ്ഞു പെണ്ണ് ഉറങ്ങുകയാണ് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നാണ്. എൻ്റെ കുഞ്ഞു പെണ്ണ് ഇതാ ഉണർന്നിട്ട് ചിരിച്ചിട്ട് കിടക്കാണ്. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞേട്ടാ, ഇന്ന് കുഞ്ഞേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. നിനക്ക് അറിയോ? അറിയോ എൻ്റെ ചക്കരക്ക് അറിയോ ഇന്ന് കുഞ്ഞേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. കുഞ്ഞേട്ടൻ എഴുന്നേറ്റ് ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞേട്ടാ. ഇത് എന്നെ പറയാ ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞേട്ടാ. ഒരു ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞേട്ടാ. ഓ ഹാപ്പി ബർത്ത്ഡേ ഏട്ടാ. എടി കുഞ്ഞേട്ട എവിടെ എൻ്റെ വീട്ടിൻ്റെ? ഇറക്കത്തിന് എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുകയാണ് കുഞ്ഞേട്ടന്. കുഞ്ഞേട്ടാ ഒരു ഉമ്മക്ക് രാജകുമാരി. ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ കുറുമ്പൻ തെച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ ദച്ചുകുറുമ്പിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ദച്ചുകുറുമ്പ് ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് മെല്ലെ എഴുന്നേക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇരുന്നു കേട്ടോ. അപ്പോഴാണ് ദച്ചുകുറുമ്പ് ഒരു 8:30 ആയപ്പോഴാണ് എഴുന്നേറ്റത്. അപ്പോൾ 9 മണിയാകുമ്പോൾ നടയടയ്ക്കും. അപ്പോൾ എഴുന്നേറ്റത് അമ്മ എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഒന്നിനും സമയം കിട്ടില്ല ഗെയ്സ്. അപ്പോൾ വന്നിട്ട് നമ്മൾ വ്ളോഗൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ കുറുമ്പ് എന്താ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെരുപ്പിടുകയാണ്. കാണിച്ചു തരാം നിങ്ങൾക്ക്. ഹായ് പറ. ആൾ കുളിച്ച് വേഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പായസമൊക്കെ കൊടുത്ത് തൊഴുതിട്ട് വരാം അല്ലേ? വീഡിയോ കാണാന്ന് പറയാം. എത്തി. എല്ലാം പെട്ടെന്നായിരുന്നു. രാവിലെ എണീക്കുന്നു, ഉറക്കി എഴുത്തേറ്റ് കുളിച്ച് റെഡി ആയതാണ്. നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം. അപ്പോൾ തിരുവമ്പലൂർ ശിവക്ഷേത്രമാണ്. കുറുമ്പന്ത ഓടിയിട്ടോ. വസുവാട്ട് സ്കൂളിൽ പോയപ്പോൾ വസുവാട്ട് ഇല്ലാണ്ട് എന്തോ പോലെ ഉണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ തിരുവമ്പലൂർ ശിവക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ കുറുമ്പൻ തെച്ചു ഇതാ ഫ്രണ്ടിൽ പോകുന്നുണ്ട് വേഗം കേട്ടോ. അപ്പം പെട്ടെന്നായിരുന്നു എഴുന്നേറ്റ് റെഡി ആയിട്ട് വന്നത്. അതുകൊണ്ട് അമ്മയും കുഞ്ഞിപ്പെണ്ണൊന്നും വരാനുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സമയം അപ്പോഴേക്കും നടയടയ്ക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ കുറുമ്പൻ എന്താ എല്ലാവിടെയും പോയിട്ടൊക്കെ തൊഴുതുന്നുണ്ട് നമ്മുടെ തെച്ചൂസ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും വിചാരിച്ചത് വൈകുന്നേരം അമ്പലത്തേക്ക് വരാമെന്നാണ് കേട്ടോ, എല്ലാവരും കൂടിയിട്ട്. കാരണം നമ്മുടെ വസുക്കുട്ടിക്ക് സ്കൂളുണ്ട്. ഇപ്പോൾ ദച്ചൂസിന് സ്കൂളില്ല. കാരണം ദച്ചുവിൻ്റെ സ്കൂളിൽ എല്ലാവർക്കും മുണ്ടിനീര് കുറേ പേർക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് സ്കൂൾ പൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ദച്ചുവിന് സ്കൂളിൽ. അപ്പോൾ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും വസുവും കൂടി വന്നിട്ട് ഒരുമിച്ച് വരാമെന്നാണ്, കുഞ്ഞിപ്പണ്ണും അമ്മ എല്ലാവരും കൂടി ഒത്തു വരാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് നമ്മുടെ ദച്ചു പെട്ടെന്ന് എഴുന്നേറ്റിട്ട് എനിക്കിപ്പോൾ തന്നെ അമ്പലത്തിൽ പോകണം, വസുവോട്ടിൻ്റെ അമ്മ അമ്പലത്തിൽ കൊണ്ടുപോയി എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. പിന്നെ സമയമായി 8:30. അപ്പം ഇവിടെ സാധാരണ 9 മണിക്ക് നടയടയ്ക്കും. അതുകൊണ്ട് ഞാൻ തിരുമേനിനെ വിളിച്ചു ചോദിച്ചു, പായസത്തിന് വൈകുന്നേരം വന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, രാവിലെ മാത്രമേ പായസമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം വന്നാൽ പൂജ കഴിക്കാമെന്നും പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് അങ്ങനെ റെഡിയായിട്ട് കുറുമ്പനെയും കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്ന് പാൽപ്പായസമൊക്കെ കൊടുത്തു. ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി പൂജയൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ പോവുള്ളൂ. അപ്പം പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറുമ്പൻ തെച്ചു അപ്പോഴേക്കും അവിടെയും ഇവിടെയും ഭയങ്കര ഓട്ടമാണ് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ഈ ചുവരിലെല്ലാം ഓരോ ദൈവങ്ങളുടെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഓടി നടക്കായിരുന്നു. പിന്നെ പായസം കിട്ടി. ഇപ്പം കുറുമ്പൻ്റെ മെയിൻ ഹൈലൈറ്റാണ് ഈ പായസം കേട്ടോ. പായസം കിട്ടിയപ്പോൾ ആൾക്ക് അവിടെ തന്നെ കഴിക്കണമെന്നായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിൽ വന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നു. അങ്ങനെ നമുക്ക് പ്രസാദമൊക്കെ കിട്ടി. പിന്നെ പായസമൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വരികയാണ് കേസ്. അവിടെ നിന്ന് ഓടി വരുന്ന ഫോട്ടോ എടുക്കണമ്മ എന്ന് പറഞ്ഞിട്ട് പോയേക്കുവാണ് ഗൈസ്. അപ്പോൾ അത് ആൾ ഓടി വരികയാണ്. അപ്പോൾ തെച്ചിക്കുറുമ്പ് ഓടി വരികയാണ്. ബർത്ത്ഡേ ബോയാണിത്. ബർത്ത്ഡേ ബോയാണിത്. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നു. കുഞ്ഞിപ്പെണ്ണ് ഇതാ അമ്മ ഒക്കെ കഴിച്ചിട്ട് കേൾക്കുന്നുണ്ട്. ഇതാ പാച്ചം കിട്ടിയിട്ടുണ്ട്. ഇതാ പാച്ച, കുഞ്ഞേട്ടൻ്റെ പാച്ച. ചൂടില്ലടി. അപ്പോൾ നമ്മളിതാ പാൽപ്പായസമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ പായസം ഇനി കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ തെച്ചിക്കുറുമ്പ് പറഞ്ഞത് ബർത്ത്ഡേ ബോയ്ക്കാണ് ആദ്യം തരേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബർത്ത്ഡേ ബോയ്ക്ക് ഇത് ആദ്യം പായസം കൊടുക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ വസ്കുട്ടി രാവിലെ നേരത്തെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് തെച്ചിക്കുറുമ്പിനൊന്നും വിഷ് ചെയ്യാൻ പോലും പറ്റിയില്ല കേട്ടോ. ഹലോ കൂട്ടുകാരെ, ഇന്ന് എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അമ്മയും ഞാനും അമ്പലത്തേക്ക് പോയി. എന്നിട്ട്
പായസം പായസമൊക്കെ മേടിച്ചിട്ട് ബർത്ത്ഡേ ബർത്ത്ഡേ പോയി പായസം കിട്ടിയപ്പോ ഞാൻ പായസം കുടിച്ചു, അമ്പലത്തിൽ പോയി തൊഴുതു. വസുവാട്ട എവിടെ? ആ വസുവാട്ട എവിടെ? ആ പിന്നെ കുഞ്ഞിപ്പെണ്ണ് ഇന്നിമ്മയും വന്നില്ല അല്ലേ? കുഞ്ഞിപ്പെണ്ണ് ആ കേക്ക് മുറിക്കുന്നുണ്ടാ? പിന്നെ ഹാപ്പിയാണ്. അപ്പൊ നമ്മളെന്ത് ചെയ്യുന്നു വൈകുന്നേരം? ഒന്നും വാങ്ങണില്ല ദേച്ചുവിന്, കേക്കൊന്നും വാങ്ങണില്ല. ഇല്ല അമ്മ വാങ്ങില്ല കേക്ക്. വേണ്ട എന്തിനാ കേക്ക് മുറിക്കണേ? എന്ത് കേക്കാ വേണ്ട? അത് വസുവിനായതുകൊണ്ട് ഞങ്ങൾ വേറെ വെറൈറ്റി ഒരു കേക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത് ഗൈസ്. ആ വെരി ഗുഡ്. കേക്കാണ്. അങ്ങനെ കേക്കൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ വൈകുന്നേരമാണ് സെലിബ്രേഷൻസ്. അപ്പോൾ ഞാൻ വന്ന് നേരെ ഓഫീസിൽ പോയി, കാരണം നമ്മുടെ വസുക്കുട്ടി സ്കൂളിൽ പോയല്ലോ. അപ്പോൾ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ സെലിബ്രേഷൻ ചെയ്യുന്നത് വൈകുന്നേരം. അപ്പോൾ ദച്ചൂസിന് എന്തായാലും ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ദച്ചൂന് എടുക്കുന്നതുകൊണ്ട് നമ്മുടെ വസുക്കുട്ടിക്ക് എടുക്കണം, നമ്മുടെ കുഞ്ഞിപ്പെണ്ണും എടുക്കണം. അപ്പോൾ ഇന്ന് നല്ല തിരക്കായതുകൊണ്ട് ഞാൻ വരാൻ 6:30 ആയി. അപ്പോൾ ഇനി നമ്മൾ കൊടുവായൂർ പോയി ഡ്രസ്സൊക്കെ എടുക്കാം. ഡ്രസ്സ് വേണ്ട, വസുവാട്ടിന് ഡ്രസ്സ് വാങ്ങിച്ചില്ലല്ലോ. അപ്പം എൻ്റെ മേനും ഡ്രസ്സ് വാങ്ങിക്കണ്ട. പോട്ടെ. ഇപ്പോൾ നമ്മൾ കൊടുവായൂർ വസന്ത സിൽക്സിലാണ് പോയതും ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. ആദ്യം ഒരു ടീഷർട്ട് ഇട്ടു, അത് തന്നെ പൊളി ടീഷർട്ടാണ് കേട്ടോ. കാരണം സ്പൈഡറിൻ്റെ ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്താൽ ലൈറ്റ് എത്തും. ഇപ്പോഴത്തെ ട്രെൻഡാ തോന്നുന്നു. അപ്പോൾ രണ്ടുപേർക്കും ഒരേ കളർ ചോദിച്ചു, സെയിം കളർ കിട്ടിയില്ല. അങ്ങനെ രണ്ടുപേർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള 2 കളർ വാങ്ങിച്ചു. ദച്ചു വന്നതും അതെടുത്ത് കൈവച്ചു, ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ദച്ചുവിന് ഈ ഒരു കളർ എടുത്തു, വസുക്കുട്ടിക്ക് ഇതാ ഈ ഒരു കളർ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് എന്തായാലും ഒരു ഡ്രസ്സ് എടുക്കണമല്ലോ. അപ്പോൾ പിന്നെ കുഞ്ഞിപ്പെണ്ണ് എടുത്തു. എന്തായാലും നമ്മുടെ വസുക്കുട്ടിക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ദച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ഡ്രസ്സ് എടുക്കാം. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനും ഒരു ഡ്രസ്സ് എടുത്തു ഗൈസ്. വസുവാട്ടൻ്റെ ബർത്ത്ഡേക്ക് ബർഗർ വാങ്ങിച്ചുകൊണ്ട് ദച്ചുവിന് ബർഗർ വേണം. വസുവാട്ടൻ്റെ ബർത്ത്ഡേക്ക് മിഠായി വാങ്ങിച്ചുകൊണ്ട് ദച്ചുവിന് മിഠായി വേണം. അപ്പോൾ എല്ലാം ഓരോന്നായി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ വസുവാട്ടിൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളും വേണം, എല്ലാവരും വേണം എന്നാണ് പറയുന്നത് കേസ്. അപ്പോൾ എന്തായാലും നമ്മൾ അപ്പോസ് ഫാൻസി വന്ന് സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്നത് റൈസിങ് കാറാണ്. അപ്പോൾ റൈസിങ് കാറൊക്കെ നോക്കി അത് കഴിഞ്ഞപ്പോൾ ഇവിടെ കുറേ ക്ലിപ്സൊക്കെ കണ്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാം. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ തോന്നിയപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ അത് അവർ ചെക്ക് ചെയ്യാണ്. ഇതാണ് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ കുറുമ്പൻ്റെ കാർ. എന്തായാലും റിമോട്ട് കൺട്രോൾ കാർ തന്നെ വേണം പറഞ്ഞു. അപ്പോൾ അത് ഓടിച്ച് നോക്കിയപ്പോൾ ഓക്കെ സെറ്റാണ്. അപ്പോൾ പിന്നെ അവിടെ ഒരു വാലന്റൈൻസ് ഡേക്കും ഫ്രണ്ട്ഷിപ്പ് ഡേക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല നല്ല ഗിഫ്റ്റുകൾ കണ്ടു. അപ്പോൾ നല്ല ക്യൂട്ട്നെസ് തോന്നിയപ്പോൾ അത് 2 ഫോട്ടോസ് വീഡിയോസ് എടുത്തു കേട്ടോ. നന്നായിട്ടുണ്ട്, കാണാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ഗിഫ്റ്റ് നമ്മുടെ റെഡിയായി. അങ്ങനെ കുറുമ്പന് ബർഗർ വേണമെന്ന് പറഞ്ഞു. ബർഗർ വസുവട്ടം കഴിച്ചതുകൊണ്ട് അപ്പോൾ വേണ്ട നമുക്ക് എന്നാൽ പിന്നെ പാനിപ്പൂരി ആക്കാമെന്ന് പറഞ്ഞാൽ പാനിപ്പൂരി കഴിച്ചു. പിന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വീഡിയോ കാണാം. ഹലോ നിധിമ, ഇത് ചുന്ദരക്കുട്ടി ആയത്. എന്താ ചിരി, എന്താ ചിരി. മമ്മ കഴിച്ചേരി. മുത്തുമണി എന്തായാലും ഞാൻ രാവിലെ പോയിട്ട് വരാൻ നന്നായി വൈകിയതുകൊണ്ട് തിരക്കായെന്ന് പറഞ്ഞാലോ. അപ്പോൾ തിരക്കായിട്ട് തിരിച്ചെത്തുമ്പോൾ നന്നായി വൈകി. പിന്നെ ഈ സാധനങ്ങളൊക്കെ മേടിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും കുഞ്ഞിപ്പൻ എന്തായാലും വയറൊക്കെ നിറഞ്ഞ് ഹാപ്പി ഇരിക്കുന്നതുകൊണ്ട് വേറെ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കുട്ടിയാണ് എൻ്റെ നിധിക്കുട്ടി കേട്ടോ. അമ്മ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ടെൻഷനും ഇല്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കുറുമ്പൻ ബർത്ത്ഡേ കുട്ടീനെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റാണുള്ള ഹൈലൈറ്റ്. അപ്പോൾ ഇനി ഫ്രണ്ട്സിനെ കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ആളിതാ പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇതാ ഫ്രണ്ട്സൊക്കെ അന്തം വിട്ടിരിക്കുകയാണ് ഗൈസ്. അയ്യോ എല്ലാവരും ചുറ്റും നിന്ന് നോക്കി. ഇന്നത്തെ ഹൈലൈറ്റ് ബർത്ത്ഡേ ബോയ് ഈ ഒരു സാധനമാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായം പറയും. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ കേക്ക് ഹണി കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു KFC ചിക്കനും കൂടി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് കേട്ടോ. അവർ റിഫ്ത കേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. ഇനി കേക്ക് കട്ടിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. കാരണം എല്ലാവരെയും വിളിച്ച് എല്ലാവരും നമ്മുടെ വസുക്കുട്ടിയൊക്കെ വിളിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി കൂടുമ്പോൾ അതൊരു ഹാപ്പിയാണല്ലോ, നല്ല എൻജോയ്മെൻ്റ് ആണ്. അതായത് എന്താ പറയുക, എല്ലാവർക്കും സന്തോഷമാണ്. അതൊരു ഉത്സവം പോലെയായിരുന്നു എന്തായാലും എല്ലാവരും കൂടി കൂടിയപ്പോൾ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കുടുംബം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. വീഡിയോ കാണാം.
ഓക്കെ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ നമ്മുടെ കുട്ടി പട്ടാളങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് പിടിച്ചിട്ടൊക്കെ കേക്ക് കട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മുടെ ദിച്ചൂസിന്. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ ഏട്ടന്മാരും ചേച്ചിമാരും പുറകെ നിൽക്കുകയാണ് കേട്ടോ. അവരൊക്കെ വലിയ ആൾക്കാരായി, അതുകൊണ്ട് കുട്ടീസൊക്കെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കുട്ടീസ് എല്ലാവരും കൂടി നിന്നത് കേക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഇവിടെ നടക്കണേന്നുള്ളത് കേട്ടോ. അങ്ങനെ അമ്മ കേക്ക് കൊടുക്കുമ്പോഴേക്കും ഇതാണ്ടോ തല്ലിയിട്ട് ലൈറ്റ് കത്തിരിക്കുന്നുണ്ടോ. അതെങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ലൈറ്റ് വരും കേട്ടോ. ബർത്ത്ഡേ സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നിടയിൽ ഒരു കിട്ടില്ല സർപ്രൈസ് ഉണ്ട്. എന്താണെന്നല്ലേ വഴിയെ പറയാം. നമുക്കെൻ്റെ പപ്പ പിറന്നാളിനില്ല അല്ലേ, സങ്കടമുണ്ടോ? പപ്പ വരണ ആഗ്രഹമുണ്ടോ? അങ്ങനെ ഞാൻ കുറുമ്പനോട് പറഞ്ഞു പപ്പ വരണമെങ്കിൽ അമ്പാട്ടിയുടെ അടുത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അത് പ്രകാരം നമ്മുടെ സർപ്രൈസ് ആയിട്ട് ഒരാഴ്ചയായിട്ടും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ദച്ചു ഡബിൾ ഹാപ്പിയായി. പപ്പയുടെ വക കിടിലനായിട്ടൊരു സർപ്രൈസ് ഗിഫ്റ്റും ഉണ്ട്. എന്താണെന്നല്ലേ താജ്മഹൽ കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ കുറുമ്പൻ ദച്ചു പ്രതീക്ഷേനേക്കാളും ഏറെ എന്തായാലും അടിപൊളിയായി. കാരണം പപ്പ വന്നപ്പോൾ സർപ്രൈസായി, ആൾ ഭയങ്കര ഹാപ്പിയായി. കുറേ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം വീഡിയോ കാണാം. പക്ഷെ അടുത്ത് വന്നെടുത്ത വേറെ ലെവലായിരിക്കും. അങ്ങനെ ഇനി വസുവായിട്ടെൻ്റെ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. ഒരു മോടുക്കടാ, ഒരു മോടുക്ക്. ഒരു കട്ടിപ്പിടിക്കലുണ്ടാവും. റെഡി 1 2 3 എടുക്കണത് ഞാനെ. പപ്പ വന്നപ്പോൾ എന്തായാലും ഡബിൾ ഹാപ്പി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ചോക്ലേറ്റ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആളെന്തായാലും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ചേർന്നിട്ട് ഇതാ ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്താ ഗിഫ്റ്റ് കൊടുത്തതെന്ന് അറിയേണ്ട ക്ഷമയില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദച്ചൂസ് കേട്ടോ. അപ്പം വസു പറയുന്നുണ്ട് ഞാൻ ഓപ്പൺ ചെയ്യാമെന്ന്. അപ്പോൾ എന്നാൽ ഏട്ടൻ ചെയ്തോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വസുവിൻ്റെ ബർത്ത്ഡേക്ക് വസു അല്ലേ ചെയ്തത്, അപ്പോൾ ദച്ചു ചെയ്തോളട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദച്ചു ഇതാ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാറ് കണ്ടതും ആൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ നമ്മുടെ കുട്ടീസ് എല്ലാവരും കൂടി തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും എന്താ ഒരുമിച്ചിരിക്കുന്നുണ്ട്. 2 ചേച്ചിക്കുട്ടിമാർ അതാണ് നിധിക്കുട്ടീനെയും കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കാരണം ഇവരൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവർ കഴിക്കാമെന്നുള്ള അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടി കൂടിയപ്പോൾ ഭയങ്കര സന്തോഷവും ഹാപ്പിയും. നമ്മുടെ ദച്ചൂസും ഫുൾ ഹാപ്പി. പിന്നെ ദച്ചൂസിനെന്ന് പറഞ്ഞാൽ വസുവാട്ടിൻ്റെ ബർത്ത്ഡേക്ക് സന്തോഷ് മാമൻ ഉണ്ടായിരുന്നു. അപ്പോൾ സന്തോഷ് മാമൻ വരണം. പിന്നെ നിധിമാമൻ ഉണ്ടായിരുന്നു. നിധിമാമൻ ഡൽഹിയിലാണ്, അതുകൊണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ സന്തോഷ് മാമൻ വരണം എന്നൊക്കെ പറഞ്ഞാണ് സർപ്രൈസ്. അത് നമ്മുടെ സന്തോഷ് മാമൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ഇതാ നേരെ വന്ന് ചോക്ലേറ്റ് കൊടുത്തപ്പോൾ മാമന് കേക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദച്ചൂസ് കേക്ക് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി വീഡിയോ കാണാം. നിധിക്കുട്ടി എന്തായാലും അസ്നേഹത്ത് തെറ്റാണ്. ടാറ്റയൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. കാരണം എപ്പോഴും വന്ന് എടുക്കുന്നതുകൊണ്ട് നിധി ഭയങ്കര സെറ്റാണ് സ്നേഹത്തെ. അപ്പം പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പം വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചിരിയാണ്. പിന്നെ കുട്ടീസ് ഇതാ ഫുഡൊക്കെ കഴിച്ച് വെളിയിൽ എല്ലാവരും കൂടി കളിക്കുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും കുറുമ്പൻ്റെ ബർത്ത്ഡേ എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചു, സൂപ്പറായി. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായം പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ. അറിയിച്ച എല്ലാവർക്കും എൻ്റെ താങ്ക് യു. എല്ലാവർക്കും എൻ്റെ ചക്കരുമ്മ.